Welcome back, my dear children. In the last class, we discussed about animal tissues and meristematic tissue. Plant growth is mainly occurs by the division of meristematic tissue. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പെക്യുലാരിറ്റി പഠിച്ചു അല്ലേ? അതേപോലെ നമ്മൾ എന്താ പഠിച്ചത്? അനിമൽ ടിഷ്യൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനിമൽ ടിഷ്യൂസും നമ്മൾ പഠിച്ചു. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ കണ്ടിന്യൂസ് ഡിവിഷനാണ് പ്ലാന്റ് ഗ്രോത്തിന് റീസൺ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലുക്ക് അറ്റ് ദ പിക്ചർ. നമ്മൾ ഈ പിക്ചറിൽ ഒരു സ്റ്റെമ്മിൻ്റെ സെക്ഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ പിക്ചറിൽ നോക്കൂ, നമ്മുടെ ടിഷ്യൂസ് എല്ലാം ഒരുപോലെയാണോ? എന്താ ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഒരുപാട് തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാനുണ്ട് അല്ലേ? അതെല്ലാം സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ പ്ലാന്റ്സിലും എന്തുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് പ്ലാന്റ്സിലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് പ്ലാന്റ് ടിഷ്യൂസ്. There are 5 types of plant tissues: parenchyma, collenchyma, sclerenchyma, xylem and phloem. There are 5 types of plant tissues. First one, parenchyma. Look at the picture. Parenchyma composed of cells that are simplest structure. ഏറ്റവും സിമ്പിളായ സ്ട്രക്ചർ ഉള്ളതാണ് ഏത്? പാരൻകൈമ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ഇൻ ദി സോഫ്റ്റ് പാർട്സ് ഓർ ടെൻഡർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ സോഫ്റ്റ് പാർട്സുകളിലോ അല്ലെങ്കിൽ ടെൻഡർ പാർട്സുകളിലോ മാത്രം കാണുന്നതാണ് ഏത്? പാരൻകൈമ. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ്. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. ഏറ്റവും സിമ്പിളായ സെൽസ് ഉള്ളതാണ് ഏത്? പാരൻകൈമ. ഇറ്റ് ഈസ് സീൻ ഇൻ ദി സോഫ്റ്റ് പാർട്സ് ഓഫ് പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്സിലെ സോഫ്റ്റ് ആയ പാർട്സുകളിൽ മാത്രമാണ് ഏത് കാണുന്നത്? പാരൻകൈമ കാണുന്നത്. ഇനി ഇതിന് ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ചില പാരൻകൈമയിൽ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. ചില പാരൻകൈമയിൽ എന്തുണ്ടായിരിക്കുന്നു? ക്ലോറോഫിൽ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ക്ലോറോഫിൽ വേണം. അപ്പോൾ ആ ക്ലോറോഫിൽ അടങ്ങിയ പാരൻകൈമയുടെ ഫങ്ഷനാണ് ഏത്? ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ 2 ഫങ്ഷനാണ് പാരൻകൈമയ്ക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? help in photosynthesis and storage of food. Then next one, collenchyma. collenchymaയുടെ പെക്യുലാരിറ്റി എന്തായിരിക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ പിക്ചർ. collenchyma composed of cells that are thick only at the corners of cell wall. അതായത് ഇപ്പം നമ്മൾ ഇത് പറഞ്ഞു സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ് പാരൻകൈമയ്ക്ക് ഉള്ളത്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ കോർണേഴ്സിൽ മാത്രം എന്ത് കാണപ്പെടും? തിക്നെസ് കാണപ്പെടും. തിക്നെസ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വോൾ. സെൽ വോളിൻ്റെ കോർണേഴ്സിൽ മാത്രം കുറച്ച് തിക്നെസ് ഉള്ള സെൽസുകൾ കൂടിയതാണ് ഏത്? കോളൻകൈമ. നമ്മൾ വീക്ക് സ്റ്റെമ്മഡ് പ്ലാന്റ്സിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കൊളക്കേഷ്യ അല്ലെങ്കിൽ അതിനെന്താ പറയുക? ചേമ്പ് അല്ലേ? അപ്പോൾ ഈ കൊളക്കേഷ്യയുടെ സ്റ്റെം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ടു ദി പ്ലാന്റ് ബോഡി. പ്ലാന്റിന് സ്ട്രെങ്ത്നെസ് നൽകുകയും അതേപോലെ ഫ്ലെക്സിബിളായിട്ട്, നമുക്കറിയാമല്ലോ ഫ്ലെക്സിബിൾ എന്താ? ഇപ്പോൾ കൊളക്കേഷ്യയുടെയൊക്കെ സ്റ്റെം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളാണ്. അപ്പോൾ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്തൻ ടു പ്ലാന്റ് ബോഡി. ദെൻ next one, sclerenchyma composed of cells that are uniformly thick all over the cell wall. സെൽ വോളിൻ്റെ എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ട് തിക്നെസ്, എല്ലാ ഭാഗത്തും തിക്നെസ് ഉള്ള സെൽസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്ലീറൻകൈമ എന്ന് പറയും. സ്ക്ലീറൻകൈമ composed of cells that are uniformly thick all over the cell wall. സെൽ വോളിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തിക്കുള്ളതാണ് ഏത്?
സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. സ്ക്ലീറൻകൈമ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദി പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡിക്ക് സപ്പോർട്ടും സ്ട്രെങ്ത്തും നൽകുക എന്നതാണ് സ്ക്ലീറൻകൈമയുടെ ഫങ്ഷൻ. അപ്പോൾ ഇത് ഓരോന്നും കൃത്യമായിട്ട് ഇതിൻ്റെ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പാരൻകൈമ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ, ഏറ്റവും സിമ്പിളായ സ്ട്രക്ചറാണ് പാരൻകൈമ. ദെൻ കോളൻകൈമ എന്ന് പറഞ്ഞാൽ എന്താ? തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് അല്ലേ, കോർണേഴ്സ് സെൽ വാളിൻ്റെ കോർണേഴ്സിൽ മാത്രം തിക്നെസ് ഉള്ളതാണ് കോളൻകൈമ. ഇതെന്താണ്? സ്ക്ലീറൻകൈമ എന്താണ്? യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദി സെൽ വാൾ. സെൽ വാളിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തിക്നെസ് ഉള്ളതാണ് സ്ക്ലീറൻകൈമ. ദെൻ നെക്സ്റ്റ് വൺ സൈലം. ലുക്ക് അറ്റ് ദ പിക്ചർ. ട്യൂബ്സ് ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽസ്. ഇലോങ്ങേറ്റഡ്, നിങ്ങളത് നോക്കിയാൽ തന്നെ അറിയാം, ഇലോങ്ങേറ്റഡ് സെൽസ് പോലെ കാണപ്പെടുന്നതാണ് ഏത്? സൈലം എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് പ്ലാന്റ്സിൽ? വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ലീവ്സ്. റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും എവിടേക്ക് എത്തണം? സ്റ്റെമ്മിലെ ടിപ്പിലേക്ക് എത്തണം, വേണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് എത്തുന്നത്? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ഏത്? സൈലം. അപ്പോൾ സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് വാട്ടർ അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് ഇൻ ടു ലീവ്സ്. ലീവ്സിലേക്ക് റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെ ലീവ്സിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് സൈലം എന്ന് പറയുന്നത്. ഇനി ഹാസ് തിക്ക് വോൾ. നമ്മുടെ സൈലത്തിന് ഒരു ഫങ്ഷനും കൂടിയുണ്ട്. അതിൻ്റെ വോളൊക്കെ എന്താണ്? തിക്ക് വോളാണ് സൈലത്തിന് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഫങ്ഷനും കൂടിയുണ്ട്. ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു പ്ലാന്റ്. പ്ലാന്റിന് സപ്പോർട്ടും സ്ട്രെങ്ത്തും നൽകുക എന്നൊരു ഫങ്ഷനും കൂടി ഏതിനുണ്ട്? സൈലത്തിന് ഉണ്ട്. അപ്പോൾ സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് ടു ലീവ്സ്. ദെൻ next one, phloem. Phloem composed of tubular interconnected cells. നിങ്ങൾ പിക്ചറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്ലോയം എന്താണ്? ട്യൂബുലാർ ഇന്റർകണക്റ്റഡ് സെൽസ് ആണ്. അതായത് ഒരു സെല്ലിൻ്റെ മേലെ ഒരു സെല്ല് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫ്ലോയം കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫുഡ് പ്രിപ്പയർഡ് ഇൻ ലീവ്സ്. ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ എവിടേക്ക് എത്തിക്കണം? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സിലേക്ക് എത്തിക്കുന്നതാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ. ട്രാൻസ്പോർട്ട് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു ദി വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്. ലീവ്സിൽ പ്രിപ്പയർ ചെയ്ത ഫുഡിനെ എവിടേക്ക് എത്തിക്കണം? വേരിയസ് പാർട്സിലേക്ക്, പ്ലാന്റ്സിൻ്റെ വേരിയസ് പാർട്സിലേക്ക് എത്തിക്കുന്ന ടിഷ്യൂ ആണ് ഏത്? ഫ്ലോയം എന്ന് പറയുന്നത്. Xylem and phloem is otherwise known as vascular tissues because they are formed from different kinds of cells. ഇത് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവയെ പറയുന്ന മറ്റൊരു പേരാണ് വാസ്കുലാർ ടിഷ്യൂസ്. അപ്പോൾ സൈലത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് ടു ദി ലീവ്സ്. ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ലീവ്സ് ടു ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ദെൻ ഇപ്പം നമ്മളിന്ന് പഠിച്ചത് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. 5 types of plant tissue. First one, parenchyma. It is the simplest structure. Then collenchyma. Collenchyma peculiarity എന്താണ്? Thick only at the corners. Cell wall in the corners മാത്രം thickness ഉള്ളതാണ് ഏത്? collenchyma. Sclerenchyma function uniformly. അതിൻ്റെ peculiarity എന്താണ്? uniformly thick all over the cell wall. Then xylem, tubes formed from elongated cells. ഒരു സെല്ലിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിരിക്കുന്നത് പോലെയാണ് സൈലം കാണപ്പെടുന്നത്. ഫ്ലോയം കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇന്റർകണക്റ്റഡ് സെൽസ്. അപ്പോൾ വാട്ടറിനെയും മിനറൽസിനെയും ലീവ്സിലേക്ക് എത്തിക്കുക എന്നതാണ് സൈലത്തിൻ്റെ ഫങ്ഷൻ. ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? ലീവ്സിൽ പ്രിപ്പയർ ചെയ്ത ഫുഡിനെ ഡിഫറെൻറ്റ് പ്ലാന്റ് പാർട്സിലേക്ക് എത്തിക്കുന്നതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വർക്ക്ഷീറ്റിന് ഒരു ഹിൻസും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അത് നിങ്ങൾ ഫില്ല് ചെയ്യുക.
Let us wind up the class. Do the homework. See you in the next class.